മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിലെ 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി. പരിശോധനകൾ പൂർത്തിയായ 7 വീടുകളുടെ താക്കോലുകൾ ദുരന്തബാധിതർക്ക് കൈമാറിയെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു പറഞ്ഞു. അതേസമയം 178 കുടുംബങ്ങൾ ഒരുമിച്ചേ താമസം ആരംഭിക്കുന്നു എന്നാണ് ദുരന്തബാധിതർ വ്യക്തമാക്കുന്നത്. കാളിദാസൻ ദേവദത്തൻ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. സർക്കാർ ടൗൺഷിപ്പിലെ ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഇതിലിപ്പോൾ നിലവിൽ കോൺക്രീറ്റിംഗ് അടക്കം ഭൂരിഭാഗം വീടുകളുടെയും കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ് ULCCS വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 7 വീടുകളുടെ താക്കോലുകൾ അടക്കം കൈമാറിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ULCCS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു ഉണ്ട്. ആദ്യം അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാർ, ഇപ്പോൾ പണികൾ സർക്കാർ ടൗൺഷിപ്പിലെ 178 വീടുകളുടെ ജോലികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായി? ഈ 178 വീട്ടിൽ ഇനി സ്ക്രീഡ് എന്ന് പറയുന്ന അറിയാമല്ലോ, ഫേമസ് ആയ സ്ക്രീഡ് മാത്രമേ ഉള്ളത്. അത് ഏതാണ്ട് 16-17 ബിൽഡിങ്ങുകൾക്ക് മേളിൽ ചെയ്യാനുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബൂം പമ്പ് അവിടെ എത്താനുള്ള സൗകര്യം ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് തീരും. അപ്പോൾ അതൊഴിച്ച് ബാക്കി ബിൽഡിങ്ങുകളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 10-15 വീടുകൾ കൊടുക്കാം. പൂർണ്ണമായും വാസയോഗ്യമായത് ഈ ഒരു 7 വീടുകളാണ്. വാസയോഗ്യമല്ലായി. റോഡിൻ്റെ പണി കഴിഞ്ഞാലേ നമ്മളവിടെ പ്രോപ്പറായിട്ട് ചെല്ലാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് വെള്ളം എത്തും, ഇലക്ട്രിസിറ്റി എത്തും, STPയിലോട്ട് കണക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വാസയോഗ്യമാണ്. ഒരു വീട്ടിലെ വീട്ടുടമസ്ഥനാണ് നൌഷാദ് ഉണ്ട് നമ്മളോടൊപ്പം. ഇന്നിപ്പോൾ താക്കോല് ലഭിച്ചു. നേരത്തെ പട്ടയമായിരുന്നു കയ്യിൽ ലഭിച്ചിരുന്നത്. ഇന്നിപ്പോൾ താക്കോലുകൾ ലഭിച്ചു. എപ്പോഴത്തേക്കാണ് താമസിക്കാൻ ഒരുങ്ങുന്നത്? താമസിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു 178 കുടുംബമുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കാമെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. എപ്പോഴത്തേക്കാണെന്നുള്ളതിൽ ഇപ്പോൾ തീരുമാനം അല്ല, അതിന് തീരുമാനമായിട്ടില്ല. അതിന് അവർക്കും കൂടി താക്കോല് കിട്ടണ്ടേ. ഇപ്പോൾ വേണമെങ്കിലും നാളെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ച കാര്യം ഇതാണ്. 7 വീടുകളുടെ താക്കോലുകളാണ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിലെ 178 വീടുകൾ കൈമാറാനുള്ള നടപടികളടക്കം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ULCCS അധികൃതർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.